Hi friends, welcome to shaloni silas kitchen. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ചമ്മന്തിയാണ്. അത് അച്ചാർ പോലെ വച്ചിരുന്ന് കഴിക്കാവുന്നതാണ്. ആവശ്യമായ ഇൻഗ്രീഡിയൻസ്: തേങ്ങ, കറിവേപ്പില. നമ്മൾ എരിയായിട്ടാണ് ഇത് ചെയ്യുന്നത്, അതുകൊണ്ട് കുറച്ച് കൂടുതൽ മുളക്, ഇത്ര അളവിന് വെളുത്തുള്ളി. ആദ്യം നമുക്കിത് വറുത്തെടുക്കാം. അതിനായി പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായിട്ടുണ്ട്. നമുക്കിതിലോട്ട് തേങ്ങ ചേർത്ത് കൊടുക്കാം. നമുക്കിത് മൂപ്പിച്ചെടുക്കാം. നമുക്കിത് അടി പിടിക്കാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമുക്കിതിലോട്ട് ഉണക്കമുളക് ചേർത്ത് കൊടുക്കാം. നമുക്കിതിലോട്ട് എടുത്തു വച്ചിരിക്കുന്ന കരിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇളക്കാം. നമ്മൾ ചെറിയ സൈസിന് പുളി എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു, നമുക്കത് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ ഒരു 5 മിനിറ്റ് വറുത്തെടുക്കാം. ഗ്യാസ് ഓഫ് ചെയ്യാം. ഇത് അരച്ചെടുത്തതിന് ശേഷം നമുക്ക് വീണ്ടും മൂപ്പിക്കണം. തണുക്കാനായി വെയിറ്റ് ചെയ്യാം. ഇത് ഒരുപാട് അരയേണ്ട ആവശ്യമില്ല, ചമ്മന്തിക്കാണ് എടുക്കുന്നത്, അതുകൊണ്ട് നമുക്ക് കുറച്ച് അരച്ചെടുക്കാം. ചമ്മന്തി ഇതുപോലെ അരച്ചെടുത്താൽ മതി, ഒരുപാട് അരയേണ്ട ആവശ്യമില്ല. നമുക്ക് വേറൊരു പാൻ അടുപ്പിൽ വയ്ക്കാം. ചൂടായിരിക്കും. നമുക്ക് വളരെ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം, വെളുത്തുള്ളി വശക്കി എടുക്കാനായി. എണ്ണ ചൂടായിരിക്കും. നമുക്ക് ഉണക്കമുളകും കരിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. മിക്സ് ചെയ്യാം. നമുക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. നമുക്കിത്തിരി മുരിഞ്ഞ് കിട്ടണം, അതിനായി വെയിറ്റ് ചെയ്യാം. ബ്രൗൺ കളർ ആയിരിക്കുന്നു. നമുക്ക് ഇതിലോട്ട് അരച്ചു വെച്ച ചമ്മന്തി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്കിത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. വെളുത്തുള്ളി ചമ്മന്തി റെഡിയായിരിക്കുന്നു. വെളുത്തുള്ളിയിൽ അരച്ചു വെച്ച ചമ്മന്തി ചേർത്തതിന് ശേഷം മൂപ്പിച്ചെടുക്കണം. ചമ്മന്തി റെഡിയായിരിക്കുന്നു. ഗ്യാസ് ഓഫ് ചെയ്യാം. വെളുത്തുള്ളി ചമ്മന്തി റെഡിയായിരിക്കുന്നു. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഇത് തണുത്തതിന് ശേഷം കുപ്പിയിലാക്കി അച്ചാർ പോലെ തന്നെ പുറത്ത് വെച്ച് കഴിക്കാവുന്നതാണ്.